സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററുകൾക്ക് ഒരു ചാകര തന്നെയാണ്. അതായത് ഒരു മാർച്ച് അവസാനമൊക്കെ ആകുമ്പോഴേക്കും പരീക്ഷകൾ കഴിയുന്നു, സ്കൂളുകൾ അടയ്ക്കുന്നു. പിന്നെ അങ്ങോട്ട് തിയേറ്ററുകളിലേക്ക് ആളുകൾ വന്നു തുടങ്ങുന്ന ഒരു സമയം. ഇതാണ് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് ദിവസം മുമ്പത്തെ ഒരു സെഗ്മെന്റ് നമ്മൾ ചെയ്തിരുന്നു. അതായത് സിനിമാ തിയേറ്ററുകളിലെല്ലാം ഇപ്പോൾ ഭയങ്കര ശോകത്തിലാണ്. അതായത് ഈ വർഷം ആദ്യത്തെ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വളരെ കുറച്ച് സിനിമകൾ, വിരലെണ്ണാവുന്ന കുറച്ച് സിനിമകൾ മാത്രമാണ് തിയേറ്ററിൽ എന്തെങ്കിലുമൊക്കെ കളക്ഷൻ വന്നത്. ബാക്കി എല്ലാ സിനിമയും പരാജയമായിരുന്നു. 100% തിയേറ്ററുകളിലും മിക്ക ദിവസവും അടഞ്ഞു കിടക്കുകയാണ്. രാത്രിയൊക്കെ ഒരു ഷോ മാത്രം, രാത്രിയോ വൈകുന്നേരമൊക്കെ മാത്രം അവർ ജസ്റ്റ് അവരുടെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം തുറക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരു സ്റ്റോറി നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു മാർച്ച് ഒക്കെ ആകുമ്പോൾ കുറേ സിനിമകൾ തിയേറ്ററിലെത്തും. തിയേറ്ററുകാർ തന്നെ പറഞ്ഞിരുന്നു. തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ ഫിയോക്കിന്റെ ഭാരവാഹിയായ ശ്രീ വിജയകുമാർ വരെ പറഞ്ഞു, ഇനി അങ്ങോട്ട് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കുറച്ച് സിനിമകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് സിനിമകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഏകദേശം ഒരു റിലീസ്, ഏതൊക്കെ സിനിമകളാണ് റിലീസ് ആവാൻ പോകുന്നത്, അതിന്റെ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി സിനിമാ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആട് 3 എന്ന് പറയുന്ന ഒരു സിനിമയാണ്. നമുക്കറിയാം ആട് 1 2014 അന്ന് മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന, അന്ന് ഓം ശാന്തി ഓശാനയുടെ റൈറ്ററായിട്ട് വന്നിരുന്ന മിഥുൻ മാനുവൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നു. അദ്ദേഹം തന്നെ എഴുതി സംവിധാനം ചെയ്യുന്നു. ജയസൂര്യ, വിജയ് ബാബു അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്കറിയാം അത്. അന്ന് പക്ഷേ ആ സിനിമ ഒന്ന് തിയേറ്ററിൽ ഭയങ്കര ഫ്ലോപ്പ് വരുന്നു. തിയേറ്ററിൽ ഒന്ന് വളരെ മോശം ഒപ്പീനിയൻ വരുന്നു ഒരു സിനിമയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് DVD ഇറങ്ങിയപ്പോഴോ അല്ലെങ്കിൽ TV-യിലൊക്കെ വന്ന ശേഷം ഭയങ്കരമായിട്ട് ചർച്ചയായ ശേഷമാണ് ആട് 2 ഇവർ പ്ലാൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കാം പരാജയപ്പെട്ട ഒരു സിനിമയുടെ 2ാം ഭാഗം ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ എന്തായാലും ആദ്യമായിട്ടായിരിക്കും. അപ്പൊ അത് വിജയബാബു പറഞ്ഞിരുന്നു. അന്ന് വിജയബാബു ആ ഒരു സിനിമയ്ക്ക് എടുത്തൊരു റിസ്ക് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഇറങ്ങുന്ന പല അഭിമുഖങ്ങളിലും, പണ്ടത്തെ അഭിമുഖങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഒരു സിനിമ ആട് 2-ന് മുമ്പ് അദ്ദേഹം കുറച്ച് പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സമയമാണ്. അന്ന് അദ്ദേഹവും ഈ പറഞ്ഞ പോലെ സാന്ദ്ര തോമസ് ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു നിർമ്മിച്ചിരുന്നത്. പിന്നീട് അവർ രണ്ടുപേരും സ്പ്ലിറ്റായി. അങ്ങനെ ഫ്രൈഡേ ഫിലിം ഹൗസ് ഇദ്ദേഹത്തിന് സ്വന്തമായി. അപ്പൊ അന്ന് അദ്ദേഹത്തിന് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളിലും നിൽക്കുന്ന ഒരു സമയമാണ്. അന്ന് അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞൊരു സിനിമ അദ്ദേഹം ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്കമാലി ഡയറീസ് അദ്ദേഹത്തിന് റിലീസ് ചെയ്യണമെങ്കിൽ അത് റിലീസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ നിൽക്കുന്ന സമയത്താണ് മിഥുൻ മാനുവൽ അപ്പുറത്ത് അലമാറ എന്ന് പറയുന്ന ഒരു സിനിമയും ഫ്ലോപ്പായി നിൽക്കുകയാണ്. എനിക്ക് ആൻമറിയ, അലമാറ ഇതൊന്നും അങ്ങനെ വലിയ സാമ്പത്തിക വിജയമായില്ല. അപ്പൊ മിഥുനെ വിളിച്ചു. മിഥുനും ഇങ്ങനെ ഒരു മോശം അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആട് 2 പ്ലാൻ ചെയ്യാം എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും ഒരു തീരുമാനം എടുക്കുകയാണ്. അന്ന് കഥയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഇവർ ജയസൂര്യയുടെ അടുത്ത് പോകുന്നു, ജയസൂര്യയോട് സംസാരിക്കുന്നു. ജയസൂര്യ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെയാണ് പിന്നീട് ആട് 2 സംഭവിക്കുന്നത്. അത് 2017 തുടക്കമാണ് ഇവരതൊരു പ്ലാൻ ചെയ്യുന്നത്. പിന്നീട് ജയസൂര്യക്ക് അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു ചെറിയ ഒരു ഇഷ്യൂ ഒക്കെ വന്ന് ജയസൂര്യയുടെ ഇഷ്യൂ, ഇവരുടെ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ ലോക്കായില്ല. അപ്പൊ ആ സമയത്ത് ജയസൂര്യയുടെ വേറൊരു പുണ്യാളൻ 2 ചെയ്തു. അത് കണ്ടാണ് പിന്നീട് ഇവരത് ചെയ്തത്. ജയസൂര്യയുടെ ഡേറ്റ് ഓക്കെ ആയി, ഇവരത് ചെയ്തു. 2017 ക്രിസ്മസിന് ആ സിനിമ റിലീസായി. ആട് 2 ഭയങ്കര ഹിറ്റായി. എനിക്ക് തോന്നുന്നു നല്ല കളക്ഷനും, ഇനീഷ്യൽ കളക്ഷനും കിട്ടി. ലോങ് റണ്ണിൽ ഓടി. അതായത് ആട് 1-ൽ ഉണ്ടായ ഇവരുടെ വിഷമവും ഇവരുടെ നഷ്ടങ്ങളോ, ആട് 1 ഒരിക്കലും നഷ്ടമല്ല, വിജയബാബുവിന് ഒരിക്കലും നഷ്ടമല്ല സിനിമ. പക്ഷെ എങ്കിൽ പോലും ആട് 2 ഭയങ്കര വിജയമായി പോയി. അത് പിന്നീട് OTT-യിലൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഈ സർവത്ത്, ഷമീർ, അതിലെ ജയസൂര്യയുടെ ഷാജി പാപ്പനായാലും അതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കരമായിട്ടുള്ള ചർച്ചയായി. സൈജു കുറുപ്പിനൊക്കെ അത് ഭയങ്കര ഒരു ബ്രേക്കായ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ഇപ്പൊ ആട് 3 വരെയാണ്. ആട് 3-നെ കുറിച്ചും ചില സിനിമ ഇതെന്നൊക്കെ ഞാൻ അറിഞ്ഞ ഒരു വിവരം വെച്ചിട്ട്, ഇതുപോലെ തന്നെ അദ്ദേഹം ഇതിനു മുമ്പ് വാലാട്ടി എന്ന് പറയുന്ന സിനിമ വിജയബാബു ചെയ്തു. അത് വലുതായിട്ട് അദ്ദേഹത്തിന്റെ ലാഭമൊന്നും നേടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പടക്കളം ചെയ്തു. പടക്കളം അദ്ദേഹത്തിന് ഒരു ലാഭമായ ഒരു സിനിമയാണ്. അപ്പോൾ ആട് 3 എന്ന് പറയുമ്പോൾ ഒരു സേഫ് സാധനമാണ്. ഇപ്പൊ മിഥുൻ മാനുവൽ ആണെങ്കിലും ഇപ്പൊ കുറച്ചായിട്ട്, ഇതിനു മുമ്പ് അദ്ദേഹം 1-2 സിനിമകൾ, ഇപ്പൊ ഗരുഡൻ പോലത്തെ സിനിമകൾക്കൊക്കെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു. പിന്നെ അദ്ദേഹം സംവിധാനം ചെയ്തു. എബ്രഹാം ഓസ്ലറൊക്കെ അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തെങ്കിൽ പോലും ഒരു ആട് 2 കിട്ടിയ ഒരു വിജയം അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ ആട് 3-ലേക്ക് എത്തുന്നത്. ഇപ്പൊ എന്തായാലും അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇറങ്ങി. അപ്പൊ ഇതൊരു ആട് 2 നിന്ന് വ്യത്യസ്തമായിട്ട് ഭയങ്കര ബഡ്ജറ്റുള്ള സിനിമയാണ്. ഇതൊരു ടൈം ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ട് സിനിമ ആയതുകൊണ്ട് വിജയബാബു പറഞ്ഞു അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വേണു കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറേയും കൂടി അദ്ദേഹം കൂടെ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിനിമ ഇപ്പോൾ മാർച്ച് 19-നാണ് റിലീസ് ആവാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, വിജയബാബുവിനോട് ചോദിച്ചു പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിജയബാബു പറഞ്ഞത്, പടക്കളം ഇറങ്ങിയ സമയത്ത് അപ്പുറത്തും വേറെ കുറെ സിനിമകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്, പടക്കളം വിജയിച്ചെങ്കിലും മറ്റ് സിനിമകൾ ഉണ്ടായിരുന്നുകൊണ്ട് തിയേറ്റർ സ്പ്ലിറ്റ് ആയി പോയതുകൊണ്ട് കുറച്ചും കൂടി കളക്ഷൻ ആ സിനിമയ്ക്ക് നേടാമായിരുന്നു, അത് ആ സിനിമ അർഹിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്.
ഇപ്പോൾ ആട് 3യുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് സിനിമയിൽ കോൺഫിഡന്റ് ആണ്, പക്ഷെ മറ്റു വലിയ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ആ ദിവസം തന്നെയാണ് ദുരന്തർ 2ഉം അതുപോലെ തന്നെ ടോക്സിക്കും. രണ്ട് അന്യഭാഷ സിനിമകളാണ്, പക്ഷെ രണ്ടും നമ്മുടെ മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന തരം സിനിമകൾ. കാരണം ദുരന്തർ ഇവിടെയും ഭയങ്കര വിജയമായിരുന്നു, ഭയങ്കര പാൻ ഇന്ത്യൻ ഹിറ്റായ സിനിമയാണ്. ടോക്സിക് ആണെങ്കിൽ യഷിന്റെ സിനിമയാണ്. KGF 2 കഴിഞ്ഞിട്ട് യശ് ചെയ്യുന്ന ഒരു സിനിമ. പോരാത്തതിന് നമുക്കറിയാം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ. എന്തായാലും യഷിന് ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട്. KGF ഇവിടെ ഒരുപാട് റെക്കോർഡുകൾ വാരിയ ഒരു സിനിമയായിരുന്നു KGF 2. അപ്പൊ അതുകൊണ്ട് അതേ ദിവസം തന്നെ ഇറങ്ങുന്നതുകൊണ്ട് എന്തായാലും തിയേറ്റേഴ്സ് കുറച്ച് സ്പ്ലിറ്റ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് അതൊരു പേടിയുണ്ട്. ആ ഒരു രീതിയിൽ കുറച്ച് വറീഡാണ് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. എന്തായാലും നമുക്കത് നോക്കാം. എന്തായാലും ജയസൂര്യക്കും ഒരുപാട് നാളായി ഒരു തിയേറ്റർ റിലീസ് വന്നിട്ട്. ജയസൂര്യ എനിക്കൊണ്ട് 2023 തോന്നുന്നു മേരി ആവാസുനോ എന്ന് പറഞ്ഞ ഒരു സിനിമ, 2022-23 അന്നൊന്നും 2 സിനിമകളൊക്കെ കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ സിനിമ റിലീസ് ആയിട്ടില്ല. ജയസൂര്യ ആണെങ്കിൽ കത്തനാർ എന്ന് പറയുന്ന ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് വർഷങ്ങൾ മാറ്റിവെച്ചു. ആ സിനിമ കഴിഞ്ഞു, ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആടിലേക്ക് വന്നത്. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആട് 3 ജയസൂര്യക്കും ഒരു അനിവാര്യമാണ് അതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. മിഥുൻ ഈ പറഞ്ഞ എല്ലാവർക്കും അത് അനിവാര്യമാണ്. മലയാള സിനിമയ്ക്കും അതൊരു ഭയങ്കര ഒരു ബൂസ്റ്റ് ആയിരിക്കും. കൂട്ടത്തിൽ അന്ന് മാർച്ച് 19 ഇറങ്ങുന്നതാണ് ദുരന്തറും അതുപോലെ തന്നെ ഈ പറയുന്ന യഷിന്റെ ടോക്സിക് എന്ന സിനിമയും. അപ്പോൾ അത് മാർച്ച് 19 സ്കൂളുകളൊക്കെ അടയ്ക്കുന്ന ഒരു സമയമാണ്. എന്തായാലും അതൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തീയതിയാണത്. ഇത് കഴിഞ്ഞ് പിന്നെ ഏപ്രിൽ 2 ദൃശ്യം 3 അതുപോലെ തന്നെ വാഴ 2. ദൃശ്യം 3നെ കുറിച്ച് നമ്മളൊരു എപ്പിസോഡ് മുമ്പ് ചെയ്തു. ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായ കഥ മുതൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിരുന്നു. ദൃശ്യം 3യും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് ദൃശ്യം 3 നമുക്കറിയാം പ്രീ ബിസിനസ് അതുപോലെയാണ് നടന്നിരിക്കുന്നത്. അതിന്റെ മറ്റ് റൈറ്റ്സ്, അതിൻ്റെ ഓവറോൾ റൈറ്റ്സും വേൾഡ് വൈഡ് റൈറ്റ്സും ഒക്കെ പനോരമ സിനിമാസ് എടുത്തിരിക്കുകയാണ്. അപ്പൊ ദൃശ്യം 1ഉം 2ഉം വിജയമായിരുന്നു, നല്ല പേര് കിട്ടിയതുണ്ട്. അപ്പൊ ദൃശ്യം 3 എങ്ങാനും മോശമായാൽ അത് ജിത്തു ജോസഫിന് ഒരു ചീത്തപ്പേരാണ്. എന്തിനു ഇത് എടുത്തു ചെയ്തു എന്നുള്ളത് ചോദിക്കും ആളുകൾ. ദൃശ്യം 3 വിജയിച്ചു കഴിഞ്ഞാൽ അത് ജിത്തു ജോസഫിന് ഭയങ്കര ബൂസ്റ്റാണ്. കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സിനിമകളൊന്നും വിചാരിച്ച പോലെ ഏറ്റിട്ടില്ല. അപ്പോൾ നുണക്കുഴി ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് മിറാഷ് ആയിക്കോട്ടെ, ഇപ്പോൾ വലതുവശത്തെ കളനായിക്കോട്ടെ, ഒന്നും അത്ര വലിയൊരു വിജയമല്ലായിരുന്നു. അതുകൊണ്ട് ജിത്തു ജോസഫിനും ഇതിന്റെ ഒരു വിജയം ഒരു ആവശ്യമാണ് ദൃശ്യം 3. പിന്നെ വാഴ 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാഴ എന്ന് പറയുന്ന ഒരു കൊച്ചു സിനിമ വന്ന് അത് ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തതാണ്. വിപിൻ ദാസ് എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ ഒരു ധൈര്യമായിരുന്നു. അദ്ദേഹമാണ് അതിന്റെ പ്രൊഡക്ഷനും എഴുത്തും ഒക്കെ. അദ്ദേഹത്തിന്റെ ആയിട്ടുള്ളവരാണ് അതിന്റെ ഒരു ഡയറക്ഷനൊക്കെ ആദ്യത്തെ ചെയ്തിരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സിനിമയും ചെയ്യുന്നതും ഒരു പുതിയൊരു സംവിധാനം. ആ വാഴ 1 ആദ്യം ചെയ്തത് എനിക്ക് ഒരു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. നീരജ് മാധവനെ വെച്ചൊരു സിനിമ ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ്. എന്നാലും വാഴ 2 മറ്റൊരു സംവിധായകനാണ്. എല്ലാം ഒരു കൂട്ടായ്മയിലെ സിനിമയാണ്. അപ്പോൾ വാഴ 2ഉം ഈ പറഞ്ഞ പോലെ വാഴ 1 ഭയങ്കര വിജയമായിരുന്നു. പക്ഷെ അതൊരു വെറുതെ ഒരു വിജയമല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് വാഴ 2 വിജയിക്കേണ്ടത് ഒരു ആവശ്യമാണ്. അത് അവരുടെ ഒരു ക്രൂവിന്റെ മൊത്തത്തിലുള്ള ഒരു ആവശ്യമാണ്. എന്തായാലും യങ്സ്റ്റേഴ്സ് വളരെയധികം ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. നമുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഈ പറഞ്ഞ യൂട്യൂബ് താരങ്ങൾ, ഇൻസ്റ്റാഗ്രാം താരങ്ങളൊക്കെ, അതൊരു ഇന്നത്തെ ഒരു യൂത്തിന് പറ്റിയ ഒരു സിനിമ തന്നെയാണ് വാഴ 2 എന്ന് പറയുന്നത്. പിന്നെ മറ്റ് പടങ്ങളുടെ എക്സാക്ട് ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതിൽ പാട്രിയോട്ടിന്റെ ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ട്. പാട്രിയോട്ട് എന്ന് പറയുന്നത് ഇപ്പോ ആരോ പറഞ്ഞ പോലെ മലയാളത്തിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് പാട്രിയോട്ട് എന്ന് പറയുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ, നയൻതാര മുതൽ അങ്ങോട്ട് ഒരുപാട് പേര്, അത് കുറേ ഷെഡ്യൂളുകൾ പല രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അത് ഏപ്രിൽ 23 ഇറങ്ങുന്നത്. പിന്നെ പ്രതിച്ഛായ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു. ആ ഒരു സിനിമ ഒരു മലയാളത്തിൽ ഒരുപാട് നാളായത് ഒരു പൊളിറ്റിക്കൽ സിനിമ വരുന്നു. ബി ഉണ്ണികൃഷ്ണൻ ഒരു വിജയം അനിവാര്യമാണ്. നിവിൻ പോളിക്ക് സർവ്വമായ്ക്ക് ശേഷം ഇറങ്ങിയ ബേബികൾ പരാജയമായതുകൊണ്ട് ഇനി ഒരു വലിയൊരു വിജയം ആവശ്യമുണ്ട്. നിവിൻ ഒരു പൊളിറ്റിക്കൽ സിനിമ, ഒരു വലിയൊരു മാസ് പൊളിറ്റിക്കൽ സിനിമയായിരിക്കും അത്. പണ്ട് നമ്മൾ മലയാളത്തിൽ ഒരുപാട് പൊളിറ്റിക്കൽ സിനിമകൾ മമ്മൂട്ടി, മോഹൻലാലിന്റെയും സുരേഷ് കുമാറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ നിവിനും ഒരു പൊളിറ്റിക്കൽ സിനിമകളുടെ ഒരു മാസ് ഹീറോ ആവാൻ ഒരു സ്കോപ്പുള്ള ഒരു സിനിമയാണ്. ട്രെയിലറൊക്കെ പ്രതീക്ഷ നൽകുന്നതാണ്. ആ ഒരു സിനിമ മാർച്ച് അവസാനം ഇറങ്ങുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കൂടെ മാർച്ച് 27 ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും ആ ഒരു സിനിമ റിലീസ് ആവുന്നത്. പിന്നെ പള്ളിച്ചട്ടമ്പി, ടൊവിനോനും ഒരു ബ്രേക്കിന് ശേഷമാണ് ഒരു സിനിമ. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ടൊവിനോന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ വലിയ വിജയമല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടൊവിനോന് മറ്റൊരു വേറെ ഏതോ ഒരു നരിവേട്ട എന്ന് പറയുന്ന ഒരു സിനിമ, അത് ഭയങ്കര വിജയമല്ലായിരുന്നു. പക്ഷെ അത് അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു. നഷ്ടമല്ല, അത് വിജയം പട്ടികയിൽ പെടാത്തതിന് അതിന്റെ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ കണക്ക് വിട്ടപ്പോൾ നരിവേട്ടനെ വിജയിച്ച സിനിമകളുടെ പട്ടികയിൽ പെടുത്താത്തതിന് നരിവേട്ടയുടെ സംവിധായകൻ അനുരാജ് മനോഹർ ഒരു പരാമർശമൊക്കെ നമ്മൾ അതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പക്ഷെ അതൊരു ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ അല്ല. അപ്പൊ ടൊവിനോന് വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആവശ്യമാണ്. ARM അജയന്റെ 2ാം വർഷത്തിന് ശേഷം വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയിട്ടില്ല. അതിലുപരി പള്ളിച്ചട്ടമ്പിയുടെ സംവിധായകൻ എന്ന് പറയുന്നത് ഡിജോ ജോസ് ആണ്. ഡിജോ ക്വീൻ, ജനഗണമന എന്ന് പറഞ്ഞ 2 സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ ഒരു പരാജയമായിരുന്നു. അതുകൊണ്ട്
ഡിജോനും ഈ ഒരു സിനിമയുടെ വിജയം അനിവാര്യമാണ്. അപ്പൊ അതെന്തായാലും ഒരു ഏപ്രിൽ 9 ഇറങ്ങുമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ മെയ്യിലാണ്. മെയ് ആവുമ്പോൾ കുറച്ച് സിനിമകൾ ഡേറ്റ് എക്സാക്ട്ലി വന്നിട്ടില്ല. അതിലൊന്ന് അതിരടി എന്ന് പറയുന്ന സിനിമയാണ്. അത് നമുക്കറിയാം. അതിരടി എന്ന് പറയുന്നത് ബേസിൽ ജോസഫും ടോവിനോയും വിനീത് ശ്രീനിവാസും ഒക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അതും ഭയങ്കര ഒരു ബഡ്ജറ്റ് സിനിമയെന്നാണ്. അതിൽ അഭിനയിക്കുന്ന ശാന്തിവിള ദിനേശ് പറഞ്ഞത് 80 കോടി ബഡ്ജറ്റാണെന്നാണ് പറഞ്ഞത്. ആ ഒരു സിനിമയുടെ സംവിധായകൻ എന്ന് പറഞ്ഞാൽ അരുൺ അനിരുദ്ധൻ, അതാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മിന്നൽ മുരളിയുടെ റൈറ്റേഴ്സിൽ ഒരാളാണ്. അപ്പൊ എന്തായാലും അത് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. പിന്നെ കാട്ടാളൻ ഒരുപാട് നാളുകളായിട്ട് ചർച്ചയുള്ള സിനിമയാണ്. ആന്റണി പെപ്പയുടെ, മാർക്കോന്റെ പ്രൊഡ്യൂസേഴ്സിന്റെ സിനിമയാണ്. അപ്പൊ ആന്റണി പെപ്പയും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനും കുറെ ആയി ഒരു വലിയൊരു വിജയം കിട്ടിയിട്ട് അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സ്ട്രഗിൾ മീൻസ് അദ്ദേഹം ഓരോ ക്യാരക്ടറിനും ഇപ്പൊ ദാവീദ് എന്ന് പറഞ്ഞ സിനിമയായാലും അങ്ങനെ 1-2 സിനിമകൾക്കൊക്കെ അദ്ദേഹം ഒരുപാട് ബ്രേക്ക് എടുത്ത് ഒരുപാട് മാസങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടും അതൊന്നും വലിയ വിജയമല്ലായിരുന്നു. അതുകൊണ്ട് ആന്റണി പെപ്പയ്ക്ക് ഒരു വലിയൊരു വിജയമാണ് കാട്ടാളൻ എന്ന് പറയുന്ന ഒരു സിനിമ. ഒരു അനിവാര്യമാണ് ഒരു വിജയം. പിന്നെ മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന ഒരു സിനിമയും, അതും സമ്മർ വെക്കേഷനിൽ മെയിൽ റിലീസ് ആവുന്ന കേൾക്കുന്നത്. അത് നസ്ലിനാണ് ഹീറോ ആയിട്ടുള്ളത്. അപ്പൊ നസ്ലിൻ നമുക്കറിയാം തൊട്ടതെല്ലാം പൊന്നാക്കുന്നത്. പ്രേമലു മുതൽ അങ്ങോട്ട് നസ്ലിന്റെ എല്ലാ സിനിമയും വിജയം തന്നെയാണ്. അതിൽ അയാം കാതൽ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് പ്രേമലുവിന് മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ്. പ്രേമലുവിന് ശേഷം ഇറങ്ങിയെന്നേ ഉള്ളൂ. പക്ഷെ അത് കേട്ട് അദ്ദേഹം ലോക ചെയ്തു ഹിറ്റാണ്. ആലപ്പുഴ ജിങ്കാന ചെയ്തു ഹിറ്റാണ്. മോളിവുഡ് ടൈംസിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ഒക്കെ ചെയ്ത ആ ഒരു സിനിമയുടെ സംവിധായകനാണ്. അതുകൊണ്ട് അതും ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് റിലീസ് ആവാൻ പോകുന്നത് ഈ ഒരു സമ്മർ വെക്കേഷനിൽ. അപ്പോൾ തിയേറ്ററുകാർക്ക് വളരെ പ്രതീക്ഷയാണ്. കാരണം ഇപ്പൊ ഈ കണക്കനുസരിച്ചിട്ട് മെയിൽ ഇതിപ്പോ ഒരു 3 നമ്മുടെ ആട് ഉൾപ്പെടെ 3 സിനിമകളാണ്, അന്യഭാഷകൾ ഉൾപ്പെടെ സിനിമകളാണ് മാർച്ച് 19. പിന്നെ മാർച്ച് അവസാനം പ്രതിച്ഛായ ഇറങ്ങിയ ഒരു സിനിമയായി. പിന്നെ ഏപ്രിലിൽ ദൃശ്യവും വാഴയും പാട്രിയോട്ടും പള്ളിച്ചട്ടമ്പിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതായി. പിന്നെ മെയിലും ഞാനിപ്പോ ഈ പറഞ്ഞ 3 സിനിമകളായി. ഇതിന്റെ കൂടെ ജനനായകൻ ജനുവരിയിൽ റിലീസ് ആവേണ്ട ഒരു സിനിമ ഇന്നിറങ്ങും നാളെ ഇറങ്ങും എന്ന് പറഞ്ഞ് നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ജനനായകൻ. ദളപതി വിജയുടെ ഇപ്പോഴും ഒരുപാട് വിവാദങ്ങൾ ദളപതി വിജയുടെ നടക്കുന്നുണ്ട്. എന്ത് വിവാദം ഉണ്ടെങ്കിലും ദളപതിയുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ഉൾപ്പെടെ നമ്മളെല്ലാവരും പോകും. അതിപ്പോ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഏപ്രിൽ 30 റിലീസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. എലക്ഷൻ കഴിഞ്ഞിട്ട്. കാരണം ഏപ്രിലാണ് എലക്ഷൻ. അപ്പൊ ഇനിയിപ്പോ എലക്ഷൻ ഇതിന്റെ ഒരു പ്രഖ്യാപനം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല. കാരണം പൊളിറ്റിക്സും കാര്യങ്ങളും പറയുന്ന സിനിമയാണ്. വിജയ് പൊളിറ്റിക്സിൽ നിൽക്കുന്നതാണ്. CM കാൻഡിഡേറ്റ് വരെ ആവാൻ എന്താ പറയാ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് വിജയ്. അതുകൊണ്ട് എന്തായാലും എലക്ഷൻ കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങും. അപ്പൊ ഏപ്രിൽ 30 ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് ജൂണിലേക്ക് വിജയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് ഇറക്കുമെന്ന് പറഞ്ഞിട്ട്. എങ്ങനെ ജനനായകൻ ഏപ്രിലും റിലീസായാൽ, ഏപ്രിലോ മെയിലോ റിലീസായാൽ പിന്നെ അതും ഒരു ഭയങ്കര ഒരു ചാകരയാണ്. അപ്പൊ തിയേറ്ററുകാർക്ക് അതൊരു കോളാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിലെല്ലാം കുറേ സിനിമകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നല്ല സിനിമകൾ ഇതിന്റെ ഇടയ്ക്ക് ചിലത് മുങ്ങിപ്പോവാൻ സാധ്യതയുണ്ടോ, അതും ഒരു പ്രശ്നമാണ്. എന്തായാലും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എല്ലാ സിനിമകളും, കുറച്ച് സിനിമകൾ ഞാൻ പേരുകൾ പറഞ്ഞു. ഇതിൽ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ, നിങ്ങൾ തിയേറ്ററിൽ ആദ്യം കാണാൻ പോകുന്ന ഒരു സിനിമ, അത് മലയാളമാണോ അന്യഭാഷയിൽ ഏതെങ്കിലും സിനിമയാണോ എന്നുള്ളതും നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.